ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അരിപ്പൊടി വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി ഓണത്തിനുള്ള സ്പെഷ്യൽ സ്നാക്കാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാൻ 250 ml കപ്പിൽ 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പത്തിരി നൂലപ്പമൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിൽ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു സൈഡിലേക്ക് നീക്കി വെക്കാം. പിന്നെ മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക, അതിലേക്ക് അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കപ്പ് അരിപ്പൊടിയിലേക്ക് നമുക്ക് അരക്കപ്പ് തേങ്ങയെ മാത്രമേ ആവശ്യമുള്ളൂ. ഇതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, അതായത് നമ്മുടെ നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. നിങ്ങൾക്കറിയാമല്ലോ, വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുക്കുന്ന സമയത്ത് ഇതേപോലെ പിരിപിരെ തന്നെ നമുക്ക് അരച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് നമുക്ക് വേണ്ടത്. ഒരു പിരിപിരെ എന്നുള്ള ആ രീതിയിൽ വേണം നമ്മളിന്ന് അരച്ചെടുക്കാൻ. നല്ല പേസ്റ്റ് പോലെ അരയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മുടെ ഈ ഒരു സ്നാക്കിലേക്ക് തേങ്ങ കൂടിപ്പോയാലും അതുപോലെ വെള്ളം കൂടിപ്പോയാലും പൊട്ടിത്തെറിക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് 2 കപ്പ് അരിപ്പൊടിയിലേക്ക് 1/2 കപ്പ് തേങ്ങ എന്നുള്ള രീതിയിൽ വേണം എടുക്കാനായിട്ട്. പിന്നെ ജീരകത്തിൻ്റെ അളവ് നമുക്ക് ടേസ്റ്റിനനുസരിച്ച് ഒരല്പം അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ മാവിലേക്ക് നമ്മൾ ഈ അരപ്പ് ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുന്നത്. അതിനായിട്ട് ഞാൻ 2 കപ്പ് അരിപ്പൊടിയിലേക്ക് ഞാൻ 2.5 കപ്പ് വെള്ളമാണ് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് നമുക്ക് കുറച്ചായിട്ട് ഈ മാവിലേക്ക് ഒഴിച്ചിട്ട് ഒരു സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. കളിയടക്ക എന്നാണ് ഇതിന് പറയുന്നത്. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. പക്ഷേ ഇതറിയാത്ത കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. വെള്ളം നമുക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടിപ്പോകാതെ എപ്പോഴും ശ്രദ്ധിക്കണം. ആ ഒരു കാര്യം നന്നായി ശ്രദ്ധിക്കുക. വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പൊട്ടിത്തെറിക്കും കേട്ടോ. ഇനി എനിക്കൊരു 1/4 കപ്പ് വെള്ളം ബാക്കി വന്നിട്ടുണ്ട്. ഒരു 2.5 കപ്പ് വെച്ചതിൽ ഒരു 2.25 കപ്പ് വെള്ളമാണ് എൻ്റെ ഈ അരിപ്പൊടിയിലേക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ അളവ് നമ്മളെടുക്കുന്ന അരിപ്പൊടിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. പിന്നെ ഇതൊന്ന് ചൂടൊന്ന് ചെറുതായിട്ടൊന്ന് തണിയാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം നന്നായിട്ടൊന്ന് കൈ കൊണ്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ല ചൂടാണ്, അതുകൊണ്ടാണ് 5 മിനിറ്റ് ഞാനൊന്നും അടച്ച് മാറ്റി വെച്ചത്. ഇപ്പോഴും അത്യാവശ്യം നല്ല ചൂടുണ്ട്. ചെറിയ ചൂടോട് കൂടി തന്നെ നമ്മളിതൊന്ന് കുഴച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് അടുത്തൊരു പാത്രത്തിൽ ഒരല്പം വെള്ളം വെച്ചിട്ട് വല്ലാതെ കൈയൊന്ന് പൊള്ളുന്ന സമയത്ത് കൈയൊന്ന് നനച്ച് കൊടുത്തിട്ട് അങ്ങനെ നമുക്ക് കുഴച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അത് അത്യാവശ്യം ഞാൻ നല്ല രീതിയിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഏത് എണ്ണയിലാണോ നമ്മൾ ഫ്രൈ ചെയ്യുന്നത് ആ എണ്ണയിൽ നിന്ന് 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഫ്രൈ ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ഇതൊന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ചെറിയ ബോളായിട്ടാണ് ഞാൻ ഉരുട്ടിയെടുക്കുന്നത്. ഒരുപാട് വലിപ്പത്തിലും വണ്ണത്തിലുമൊക്കെ നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാട് സമയം എടുക്കും ഫ്രൈ ആയി വരാനായിട്ട്. ഈ ഒരു സ്നാക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഒരു പണിയൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം. പക്ഷേ ഇത് ഫ്രൈ ചെയ്തെടുക്കാനാണ് ഒരല്പം സമയം കൂടുതലെടുക്കുക. അപ്പോൾ അതേ ഞാൻ ഇതേപോലെ എല്ലാതും ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ച് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിൻ്റെ ലോ ഫ്ലെയിമിൻ്റെ ഇടയിലേക്കൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. എപ്പോഴും മീഡിയം ഫ്ലെയിമിൻ്റെ ലോ ഫ്ലെയിമിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കണം. അപ്പം നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഈ ഒരു കളിയടക്ക നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇപ്പോൾ ഇതാ മുഴുവൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അപ്പോൾ ഇത് നോക്കാം, ഈ ഒരു കളറാകുമ്പോൾ തന്നെ നമുക്ക് കോരിയെടുക്കാം. ഇത് എണ്ണയിൽ നിന്ന് കോരുന്ന സമയത്ത് തന്നെ ഒരു സൗണ്ട് ഉണ്ടാവും. ഇതിങ്ങനെ ഒരു കിലുകിലേന്നൊരു സൗണ്ട് ഉണ്ടാവും. അത് കറക്റ്റ് പാകമായിട്ടുണ്ടാവും. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും നന്ദി.